ഞാൻ പുറത്തിറങ്ങി എന്നെ സി സെക്ഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞിന് അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും കാണിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. പരിശുദ്ധ ദൈവമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് പരിശുദ്ധ സ്ത്രീത്വത്തിനും മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മ ഒരുക്കിയ സമയത്തിനും ഈ വേളയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിനും എല്ലാത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ജിനു ജോയ്. ഞാൻ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ ജിലോങ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്. ഞങ്ങൾ പഠിച്ചു വളർന്നതെല്ലാം മഹാരാഷ്ട്രയിലാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി, ഇതെൻ്റെ ബേബി എമ മേരി എന്നാണ് പേര്. ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളത് എമ്മയെക്കുറിച്ചാണ്. എൻ്റെ പ്രഗ്നൻസി ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് എങ്ങനെയാണെന്ന് പറയാം. ഉടമ്പടി എടുക്കുവാനായിട്ട് മമ്മി ആണ് എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാൻ ഇച്ചിരി റിലക്റ്റൻ്റ് ആയിരുന്നു. എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് ഉള്ളൊരു താല്പര്യമില്ലായിരുന്നു. ആ താല്പര്യമില്ലായ്മയായിരിക്കാം ഓൺലൈനായിട്ട് എനിക്ക് മാതാവ് എടുക്കാനും സമ്മതിക്കുന്നില്ലായിരുന്നു. പല മെയിൽ വഴി ഞാൻ ലോഗിൻ ചെയ്തിട്ടും എനിക്ക് ലോഗിൻ ചെയ്യാനോ ഉടമ്പടി എടുക്കാനോ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഡെലിവറിക്ക് മുമ്പുള്ള ഫെബ്രുവരി 15-ാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം ആ സമയത്തുണ്ടായിരുന്നു. അതിനകത്ത് അച്ഛൻ പ്രത്യേകമായി പറഞ്ഞത് ഉടമ്പടിയിൽ ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ എനിക്കൊരു പ്രേരണ തോന്നി ഉടമ്പടിയിലെ സംരക്ഷണം. കാരണം ഡെലിവറിയാണ്, ജീവൻ്റെ കളി മീൻസ് ഇതാണ്. അത് കാരണം ഞാൻ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനും പറ്റി. എൻ്റെ ഒരു ചേച്ചി പറഞ്ഞത് കാരണം അന്ന് ഞങ്ങൾ എടുക്കുകയും, സനിയ ചേച്ചി എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞാണ് എടുക്കുകയും ഞങ്ങളങ്ങനെ ഉടമ്പടി എടുക്കാൻ പറ്റി എനിക്ക് ആദ്യമായിട്ട്. അങ്ങനെ എടുത്തു. ഫെബ്രുവരി 15-ന് ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 27-നായിരുന്നു ഡെലിവറി പ്ലാൻ ചെയ്തത്. പ്ലാൻഡ് സി സെക്ഷൻ ആയിരുന്നു. എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു. ബാക്കി ഒരു കോംപ്ലിക്കേഷൻസും ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നോർമലായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഡെലിവറി കയറ്റി. ഡെലിവറി നോർമലായിരുന്നു. ഞാൻ ഇവൾ കരഞ്ഞത് ഞാൻ കേട്ടു. ബേബി 3.2 kg വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞു. എല്ലാം നോർമലായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ പുറത്തിറങ്ങി എന്നെ സി സെക്ഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞിന് അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും കാണിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അവൾ ഫുള്ളി ബ്ലൂ ആയി ടേൺ ആയി. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റേഴ്സിൻ്റെ സെൻറ്റ് ആൻസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അപ്പം സിസ്റ്റേഴ്സ് പെട്ടെന്ന് അവളെ ആംബുലൻസിൽ മെറ്റർണിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവൾ ഫുൾ ബ്ലൂ ആയി ഇരുന്ന സമയത്തിൽ അവൾക്ക് ബ്രീതിങ് പ്രോബ്ലം, ലങ്സിന് ഇൻഫെക്ഷൻ, ബ്രെയിനിൻ്റെ കൺവൾഷൻസ്, കണ്ടിന്യൂസ് ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഫസ്റ്റ് ഡേ ഇതൊന്നും എന്നോട് പറയുന്നില്ല. പക്ഷേ അന്ന് തന്നെ വൈകുന്നേരം കുഞ്ഞിനെ കൈ കിട്ടുമെന്നാണ് സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് വൈകുന്നേരം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പറ്റാതായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓൾറെഡി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ മാതാവിനെ കണ്ടു. മാതാവ് വന്ന് കൃപാസനം മാതാവാണ്. ഞാൻ പകുതിയാണ് കണ്ടത്. മാതാവ് വന്ന് എന്നോട് 5 എന്ന് മാത്രം പറഞ്ഞു. 5 ദിവസം എന്ന് മാത്രം പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ബെഡിൽ കിടക്കുകയാണ്. പക്ഷെ ഞാൻ ബെഡിലല്ലായിരുന്നു. എനിക്കെന്തോ ഞാൻ ലിഫ്റ്റായി പോയി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇവളെ ഹോസ്പിറ്റലിൽ കയറ്റിയ ഉടനെ NIC ചെന്ന് ഇവൾക്ക് തൈലം പുരട്ടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുവയ്ക്കുകയും അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഡോക്ടേഴ്സ് രാവിലെ പറയും ഗുഡ് ന്യൂസാണ്, കുഴപ്പമില്ല, ഇന്നലത്തെ അത്രയും അവൾ ബ്രീത്തിങ്ങിൻ്റെ ട്രബിൾ അവളുടെ മാറുന്നുണ്ട്. പക്ഷേ അവൾക്ക് 3 ഇഞ്ചക്ഷൻ കൊടുത്തു. ത്രോംബലൈസർ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവൾക്ക് എഫക്റ്റ് വന്നത്. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഈ 5 ദിവസങ്ങളിലും അവൾക്ക് ഓരോരോ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഓരോരോ പാർട്സ്, അവളുടെ ബോഡി പാർട്സ് എന്നാ പറയുന്നത്, ഫെയിൽ ആവാൻ തുടങ്ങുമായിരുന്നു. അവളെ 3-ാമത്തെ ദിവസം 3rd ഡേ അവളെ വെൻറ്റിലേറ്ററിൽ കയറ്റി. എന്നിട്ടും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. മാതാവ് 5 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5-ാമത്തെ ദിവസം സൗഖ്യം ലഭിക്കുമായിരിക്കും. പക്ഷേ എന്നാലും ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴും 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിനും ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. ഹസ്ബൻഡ് ഇല്ലായിരുന്നു ഡെലിവറിയുടെ സമയത്ത്. ജോർജ് വന്നു കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ അവൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുവാണ്. 5th ഡേ, അന്നാണ് 5th ഡേ മാതാവ് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇവളുടെ പൾസ് ഡെഡായി. 30 സെക്കൻഡ്സിലേക്ക് ഇവളില്ലായിരുന്നു. ഓൾറെഡി വെൻറ്റിലേറ്ററിലായിരുന്നു.
കുഞ്ഞില്ല, മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു 30 സെക്കൻഡ്സ്. പിന്നെയും അവളുടെ പൾസ് കയറി വന്നു, അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കാരണം മാത്രമാണ് 5 ദിവസം കഴിഞ്ഞ് അവൾക്ക് ലൈഫ് ടേക്കിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷേ ഡോക്ടേഴ്സിന് പേടിയുള്ളത് കാരണം അവളെ വെൻറ്റിലേറ്ററിൽ വെച്ചു. പിന്നെ അത് സിപ്പാപ്പ് ആക്കി. പക്ഷേ ഇവൾക്ക് കണ്ടിന്യൂസ് ഉള്ള കഫും ഇൻഫെക്ഷൻസും കണ്ടിന്യൂ ഉണ്ടായിരുന്നു. അപ്പം മാതാവ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒത്തിരി പ്രാർത്ഥനാ സഹായങ്ങൾ എല്ലായിടത്തുനിന്നും കിട്ടി. ഞങ്ങൾക്ക് അവൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥന സഹായങ്ങൾ കിട്ടിയതിൻ്റെ കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ, സഞ്ചാരി മാതാവ് അവിടെ ഉണ്ടെന്നും മാതാവ് കൂടെ നിൽക്കുന്നതായിട്ടും കാണിച്ചു തന്ന സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾക്ക് പിന്നെ മാർച്ച് 12-ാം തീയതി ഡോക്ടേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചു ഇനി എത്ര നാൾ കിടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 3 ആഴ്ചത്തേക്ക് ഇനിയും പ്രതീക്ഷിക്കേണ്ട, അവൾക്ക് ഇനിയും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. മാർച്ച് 12-ാം തീയതി ഇത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 17-ാം തീയതി എങ്കിലും അവളെ കൈ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞു. അക്കണ്ട ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് മാർച്ച് 17 ആയപ്പോഴത്തേക്കിനും അവളെ വെൻറ്റിലേറ്ററിൻ്റെ സിപ്പാപ്പാക്കി. സിപ്പാപ്പിൽ നിന്ന് ഞങ്ങളുടെ ഓക്സിജൻ സപ്പോർട്ട് മാറ്റി എൻ്റെ കൈ തന്നു. അന്ന് ഞാൻ NICUയിൽ വെച്ച് ഇവർക്ക് പാല് കൊടുത്തു. ഫസ്റ്റ് ടൈം ഫീഡ് കൊടുത്തത് മാർച്ച് 17-നാണ്. മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് ആയിട്ടുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഇതാണ് ആ മാർച്ച് 17 എന്നുള്ള സംഖ്യയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ 18-ാം തീയതി അവളെ ഡിസ്ചാർജ് ICUയിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. റൂമിലേക്ക് 19-ാം തീയതിയാണ് മാറ്റിയത്, മാർച്ച് ഔസേപ്പിതാവിൻ്റെ ദിവസം. എന്നിട്ട് 20-ാം തീയതി അവളെ ഡിസ്ചാർജ് ചെയ്തു. ഇത് ഒരിക്കലും സംഭവിക്കാൻ പറ്റത്തില്ല, കാരണം ഡോക്ടേഴ്സിന് ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇവൾ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന്. കാരണം അത്രയും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഇവളുടെ MRI ഡിസ്ചാർജിൻ്റെ ദിവസം എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസിലാണ് അവൾക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുത്ത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി MRI എടുത്തത്. MRIയിലും കോംപ്ലിക്കേഷൻസ്, ബ്രെയിനിൻ്റെ അവൾക്ക് ക്ലോട്ട് ഉണ്ട്, അത് ത്രോംബലൈസറിൻ്റെ ആണെന്ന് പറയുന്നു. പക്ഷെ എന്നാലും 2 വർഷത്തേക്ക് മിനിമം അവൾക്ക് കഴിക്കാനുള്ള ബ്രെയിനിൻ്റെ മരുന്ന് ലെവിപ്പിൽ എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ നെക്സ്റ്റ് ഫോളോ അപ്പിൻ്റെ സമയത്ത് അവളുടെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഇവൾക്ക് ഒരു കുഴപ്പമില്ല. ഇവളുടെ EEG നോർമലായി, ഇവളുടെ ബാക്കി കോംപ്ലിക്കേഷൻസ് എല്ലാം നോർമലായി. ഇവൾക്ക് ഒരു മരുന്ന് പോലും എടുക്കേണ്ടതെന്ന് അന്ന് തന്നെ 2 വർഷമെന്ന് പറഞ്ഞതാണ് മിനിമം. അന്ന് തന്നെ ഇവളുടെ മരുന്നുകളെല്ലാം നിർത്തി ഇവൾ കംപ്ലീറ്റ്ലി ഹീൽഡായെന്ന് ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവൾക്ക് പേരിട്ടതാണ് ഈശോയും മാതാവും. അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാണ് മേരി എന്നുള്ളൊരു പേര് ഇവൾക്ക് വേണം. അങ്ങനെ ഞങ്ങൾ ഇമ്മാനുവലിൻ്റെ എമ ഈശോയുടെ പേരും ഇമ്മാനുവലിനും മേരി എന്നുള്ള മേരിയാണ്, മേരി എന്നാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത്. പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എത്ര പറഞ്ഞാലും അറിയില്ല. ആ സമയങ്ങളിലൊക്കെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. എങ്ങനെ പറഞ്ഞാലും ജീവൻ തിരിച്ചു തന്നത് മാതാവ് ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും ഡോക്ടേഴ്സ് ഇവളെ കാണുമ്പം എങ്ങനെ ഞങ്ങളുടെ ഒരു മിറാക്കിൾ ചൈൽഡാണ്. കാരണം ആർക്കും ഒരു ഡോക്ടേഴ്സിനും പ്രതീക്ഷയില്ലായിരുന്നു. ഒരു കുഞ്ഞാണ്. അവിടെ വന്നിരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഡിസ്ചാർജ് ചെയ്ത് പോയാലും ഇവൾ അവിടെ കിടക്കുമായിരുന്നു. അവിടെ വരുന്നവരെല്ലാവരും ഇവൾ സുഖപ്പെടുത്തി വിടുന്നത് പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയൊരു കുഞ്ഞാണ് മേരി. ഇവളെ തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഇവളെയും കൊണ്ട് ഞങ്ങളെല്ലാവരും ഓഗസ്റ്റിൽ വന്നായിരുന്നു, ഓഗസ്റ്റ് 2-ാം തീയതി. പക്ഷേ അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ മാതാവിനെ സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടാണ്, തീർത്ഥാടക ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗമായിരുന്നു ഞങ്ങൾക്ക് റെൻറ്റിന് വീട് കിട്ടുന്നില്ലായിരുന്നു ഓസ്ട്രേലിയയിൽ. ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചിട്ട്, ഞാൻ ആക്ച്വലി വർക്കിംഗ് അല്ല, അപ്പോൾ ജോർജിൻ്റെ ഇൻകമിൽ മാത്രം വരുന്ന ഒരു സിംഗിൾ ഇൻകമിൽ വരുന്ന ഒരു സംഭവം. അപ്പം അത് ഒത്തിരി പേര് റിജക്റ്റ് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫാമിലി വഴി തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു, നിയോഗമിട്ട് ഇവിടുന്ന് 12 മണിക്ക് പോയി. 3 മണി ആയപ്പോഴത്തേക്കിനും ആ വീടിൻ്റെ കൺഫർമേഷൻ വന്നു. ഞങ്ങൾക്ക് വീട് റെൻറ്റിന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വഴി തന്നെ അത് കിട്ടി. മാതാവ് ഓരോരുത്തരെ ഉപയോഗിക്കുകയായിരുന്നു. അതിൽ സ്പെഷ്യലി മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് ആണ് ഞങ്ങളുടെ സാക്ഷ്യത്തിൽ മുഴുവനും. ആ ഒരു ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ വീടാണത്. കാരണം ഞങ്ങളുടെ ഫൈനാൻഷ്യൽ ഇതിൽ ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതും അങ്ങനൊരു വീടാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാതാവ്. അതിനും ഒത്തിരി നന്ദി പറയുന്നു. മൂന്നാമതായിട്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് PR ലഭിച്ചതാണ്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ
ജോർജിൻ്റെ പ്രൈമറി ആപ്ലിക്കൻ്റ് ആയിട്ടാണ് വച്ചിരുന്നത്. ഞങ്ങൾക്ക് 491 സ്റ്റേറ്റ് വിസയ്ക്ക് വേണ്ടിയായിരുന്നു വച്ചിരുന്നത്. അപ്പം ഈയിടെയായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ടൈംസ് പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക. സാധാരണ അത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ സമയത്തിന് അവർ പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളോട് 3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് 27 to 30 months എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളോട് ഈ ഫെബ്രുവരിയിൽ ഞങ്ങളോട് പറഞ്ഞു, മെയിൽ വന്നു ഏജൻസിയിൽ നിന്ന്, അത് പിന്നെയും പ്രോസസ്സിങ് ടൈം കൂട്ടി ഇപ്പോഴെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവ് ഇടപെട്ടു. അതും ഞങ്ങൾ പ്രാർത്ഥന ഉടമ്പടിയിലെ നിയോഗമായിരുന്നു. പക്ഷേ ഞാനത് അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഒത്തിരി സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമുള്ള സംഭവമാണ് ഞങ്ങളുടെ PR. എല്ലാവർക്കും അറിയാം, പുറത്തൊക്കെ താമസിക്കുന്നവർ എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങളുടെ സ്റ്റേ 2027 വരെ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള സ്റ്റേ, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞങ്ങൾ സ്റ്റക്കായിരുന്നു, കാരണം PR അപ്രൂവ് ആകാത്ത കാരണം. പക്ഷേ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ഫെബ്രുവരി 13 ഞങ്ങൾക്ക് ഞങ്ങളുടെ PR എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് റീജിയണൽ വിസ സാങ്ഷനായി 491. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഞങ്ങൾ അറിയാതെ തന്നെ ദൈവപരിപാലനയുടെ ഒരു കൈയായിരുന്നു പരിശുദ്ധ അമ്മ വഴി കിട്ടിയത്. ഞങ്ങളത് കഴിഞ്ഞ് എന്താ പറയുക, മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞങ്ങളിപ്പോൾ വരാൻ കാരണം, എൻ്റെ 4ാമത്തെ സാക്ഷ്യം അതാണ്. വരാൻ കാരണം എൻ്റെ പപ്പയ്ക്ക് കിട്ടിയ ഒരു വലിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ ഇടപെട്ടതാണ്. കൃപാസന അമ്മ പപ്പയ്ക്ക് ഫെബ്രുവരി 25 ഈ വർഷം പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്കായി, മാസീവ് ഹാർട്ട് അറ്റാക്കായിരുന്നു. പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്തെല്ലാം ഉടമ്പടി ഉപ്പും ഉടമ്പടി തേന് കൊടുക്കുന്നുണ്ടായിരുന്നു. സമയത്ത് പപ്പ അത് കഴിച്ചത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ വരെ എത്തിയത്. നടന്നു പോയതാണ് പപ്പ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവിടുന്ന് ഡോക്ടർ ECG എടുത്തപ്പം കംപ്ലീറ്റ്ലി അബ്നോർമലാണ്. ഇത് ഇവിടെ മാസീവായിട്ട് ഹാർട്ട് അറ്റാക്ക് വരികയാണ്, ഈ ഗേറ്റ് പോലും കടക്കുമെന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് മമ്മിയും പപ്പയും പറഞ്ഞു വിട്ടത് വലിയ ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഡോക്ടറിൻ്റെ കാറിൽ തന്നെയാണ് കയറ്റി വിട്ടത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് പപ്പയ്ക്ക് ഛർദിലുണ്ടായി. അങ്ങനെ പപ്പ ഹാർട്ട് അറ്റാക്ക് പപ്പ പോവുമായിരുന്നു. പക്ഷേ എന്തോ മാതാവിൻ്റെ ഇടപെടൽ കാരണം ഫുൾ ഡോക്ടേഴ്സിൻ്റെ ടീം അന്ന് അവിടെ റെഡിയായിരുന്നു. വാതിക്കൽ തന്നെ പല ഇടപെടൽ കാരണം, പല കാര്യങ്ങൾ മാതാവ് അറേഞ്ച് ചെയ്യുന്നത് കാരണം ഡോക്ടേഴ്സിൻ്റെ ടീം റെഡിയായിരുന്നു. പപ്പേനെ ഇമ്മീഡിയറ്റ്ലി CCUലേക്ക് കൊണ്ടുപോയി. പപ്പയ്ക്ക് ഷോക്ക് കൊടുത്തു. പക്ഷേ ഷോക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പയ്ക്ക് 3-4 അറ്റാക്ക് വന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പപ്പയ്ക്ക് എന്താ പറയുക, പപ്പയുടെ പൾസ് ഡെഡായി. പപ്പ ഇല്ലായിരുന്നു 1 മിനിറ്റത്തേക്ക് എന്നാണ് പറയുന്നത്. അവർ ഡോക്ടേഴ്സ് പുറത്ത് വന്ന് ഡിക്ലെയർ ചെയ്യാനിരിക്കുകയായിരുന്നു പപ്പ മരിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷേ മാതാവ് അവിടെയും ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു തന്നു. ഉടമ്പടിയുടെ സംരക്ഷണമാണ് അവിടെയും കിട്ടിയത്. ഞാൻ ഓസ്ട്രേലിയയിൽ അറിഞ്ഞുകൊണ്ട് ഉടനെ ഞാൻ ഉടമ്പടി തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ മാതാവ് തിരിയുടെ നാളത്തിൽ ഹാർട്ട് ആയിട്ട് കാണിച്ചു തന്നു. ഞാനതിവിടെ കാണിക്കാം. ഹാർട്ടിന് നാളം ആളുന്നതായിട്ട്, ലൈക്ക് ഹാർട്ട് ബീറ്റിങ് പോലെ തന്നെയായിരുന്നു അത് കിടന്ന് ബീറ്റ് ചെയ്തത്. ഞാനത് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. അവിടെ ആരെയും കാണിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. കാരണം പപ്പ അത്രയും ക്രിട്ടിക്കലായിരുന്നു. ഇവിടെ നിന്നെല്ലാം ഫോൺ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ പാസ്പോർട്ട്, അതിന് മാതാവിൻ്റെ വേറൊരു ഇടപെടൽ, പാസ്പോർട്ട് ഞങ്ങളുടെ റിന്യൂവലിന് സബ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പാസ്പോർട്ട് എങ്ങനെയോ മാതാവ് തിരിച്ച് കൗൺസിലേറ്റ് ചെന്ന്, ഞങ്ങൾ എംബസി ചെന്ന് തിരിച്ച് വിഡ്രോ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതും മാതാവ് ഇടപെട്ട് ഞാൻ കൃപാസനത്തെ ഇവിടുത്തെ 5:30 പ്രാർത്ഥന അവിടെ 11 മണിക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറയുന്നത് പാസ്പോർട്ട് ഉണ്ട്, ഇവിടുന്ന് പോയിട്ടില്ല, ക്യാൻസലായിട്ടില്ല. ക്യാൻസലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരാനേ പറ്റത്തില്ലായിരുന്നു. 10-25 ദിവസത്തേക്ക് ഞങ്ങളുടെ ട്രാവൽ മുടങ്ങിയാനെ. എന്നിട്ട് ആ പാസ്പോർട്ട് കൊണ്ടു തന്നത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു ഷർട്ട് ഇട്ട ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ആ പുള്ളി ഞങ്ങളോട് ഒത്തിരി നല്ലതായിട്ട് സംസാരിച്ച് ഞങ്ങളോട് പറഞ്ഞു ഓരോ പോകുന്ന കാര്യവും പാസ്പോർട്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു കാര്യവും പിന്നെ ഞങ്ങൾക്ക് PR ഇപ്പോൾ ഗ്രാൻറ്റ് ആയത് കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾ ടെമ്പററി വിസയിലായിരുന്നു. ഇപ്പോൾ യുദ്ധം കാരണം ടെമ്പററി വിസയിലുള്ള ഒത്തിരി പേരെ അവർ ഫസ്റ്റ് സ്ക്രീൻ ചെയ്ത് ഇത് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയും പരിശുദ്ധ അമ്മ ഓരോന്നറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ പപ്പയുടെ സർജറി, പപ്പ ഇവിടെ ഇല്ലാത്തത് കാരണം
പറയാൻ പറ്റത്തില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാണ് പപ്പേനെ തിരിച്ചു തന്നതെന്നും എല്ലാത്തിനും പപ്പയുടെ ജീവൻ തിരിച്ചു തന്നതിനും സർജറി സക്സസ്ഫുൾ ആയതിനും എല്ലാം ഒത്തിരി നന്ദി പറയുന്നു. പരിശുദ്ധ ഈ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിനും ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെ സന്ദർശിക്കുന്നുണ്ട്, വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട്. വിശ്വാസമില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ട് രോഗികളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ചാരിറ്റി ഉണ്ട്. ആ ചാരിറ്റിയിൽ എപ്പോഴും ഞങ്ങൾ പോകാറുള്ളവരാണ്. മീൻസ് അവിടെ ഓർഫൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണുള്ളത്. അവരെ എല്ലാവർക്കും പോയി ശുശ്രൂഷിക്കാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതമായിട്ട് വിശുദ്ധ കുർബാന, കുമ്പസാരം മാസത്തിലൊരിക്കലാണ്. പിന്നെ വിശുദ്ധ കുർബാന ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങൾ പോകാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ബൈബിൾ വായന, ഞങ്ങൾ ഒത്തിരി ശുദ്ധീകരിക്കുന്ന സമയമായിരുന്നു ഇതെല്ലാം. അതിലെല്ലാം ഈശോയോടൊക്കെ ഒത്തിരി അടുക്കാനും മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരി നടത്തി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരി ദൈവത്തെ വിട്ട് ഒരു സമയം, അല്ലെങ്കിൽ ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ആത്മീയ ജീവിതം ഒത്തിരി ഡിസ്റ്റർബ് ആവുമായിരുന്നു. അതൊന്നും ഡിസ്റ്റർബ് ആവാതെ ഉടമ്പടിയിലായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അതിനും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും പ്രത്യേകമായി കൃപാസനം എന്ന സ്ഥാപനത്തിനും എല്ലാത്തിനും ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നന്ദി. ഉയരത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18:16 വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്ന്, ആഴങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആഴമുള്ള വെള്ളം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രത്യാശയില്ലാത്ത സാഹചര്യങ്ങളും പ്രതീക്ഷയില്ലാത്ത സമയങ്ങളുമാവാം. ആ സമയങ്ങളിലാണ് ദൈവം നമ്മെ കൈനീട്ടി പിടിക്കുന്നത്. ഉടമ്പടി ഒരു വലിയ ആത്മീയ വിശ്വാസ ബന്ധമാണ്. ചിലപ്പോൾ ജീവിതത്തിൽ നാം ആഴമുള്ള പെരുവെള്ളത്തിൽ വീഴാം. പക്ഷെങ്കിൽ ഉടമ്പടി വിശ്വാസമാണ് നമ്മെ വീണ്ടും പിടിച്ചുയർത്തുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കൃപാസന അമ്മയാണ് നമ്മളോടൊപ്പം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഉയർത്തുന്നത്, നമ്മളെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും തരണം ചെയ്യുവാനായിട്ട് അമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ജിനു ജോയ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയപ്പോൾ കൊച്ചുമകൾ ഈ ബേബിയുടെ കാര്യമാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടിയിൽ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഈ കുട്ടിയുടെ ശരീരം മുഴുവനായിട്ട് ബ്ലൂ ആയി പോയി. പിന്നീട് ഒത്തിരി വലിയ ബ്രീതിങ് ട്രബിളും ബോഡിയാകെ പെയിലായിപ്പോയി. പെട്ടെന്ന് ജനിച്ചപ്പോഴേ ട്രാൻസ്ഫർ ടു ദ NICUയിലേക്കാണ്. ലങ്സ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മാതാവ് തന്നെയാണ് ഈ മകൾക്ക് 5 കാണിച്ചു കൊടുത്തത്. 5-ാമത്തെ ദിവസം രോഗം സൗഖ്യപ്പെടുമെന്ന് ഇവർ പ്രതീക്ഷിച്ച് വിശ്വസിച്ചു. പക്ഷെങ്കിൽ അന്നൊരു ഹാർട്ട് അറ്റാക്ക് ആകുകയായിരുന്നു. സഞ്ചാരി മാതാവ് വീണ്ടും ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. പിന്നീട് ഇവർ മാർച്ച് 17 എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കയ്യിൽ ലഭിക്കണമേ എന്ന് പ്രത്യക്ഷീകരണപ്പെട്ട കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 17 എന്ന ഡേറ്റ് ഇട്ടതിൽ 7 എന്ന നമ്പറുണ്ട്, അമ്മയുടെ ഡേറ്റാണ്. അതിന് പ്രകാരം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് മാർച്ച് 17-ാം തീയതിയാണ് ഈ മകളെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞത് കാണ്ട് എക്സ്പ്ലെയിൻ എന്നാണ്. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു രീതിയിലാണ് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുകയും ഈ മകൾ ഇമേനെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് കംപ്ലീറ്റ് ഹീൽഡായിട്ട് കൊടുക്കുകയും ചെയ്തത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ഒരു റെൻറ്റ് ഹൗസിന് വേണ്ടി ഓസ്ട്രേലിയയിൽ ശ്രമിച്ചു, അത് കിട്ടി. PR-ന് വേണ്ടിയിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും 2 വർഷം കഴിഞ്ഞു കിട്ടാവുന്ന PR-ആണ് 1 വർഷത്തിനുള്ളിൽ അവിടെ ഈ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇടപെട്ടത്. ആ മകളുടെ പ്രൊസീഡിങ്സ് എല്ലാം എത്രയും പെട്ടെന്ന് നടക്കുവാനും 2 വർഷത്തിനുള്ളത് 1 വർഷം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നടത്തി കൊടുക്കുകയും ചെയ്തത്. ഇവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്.
പ്രാർത്ഥനയിൽ മെഴുകുതിരിയിൽ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുക ഹാർട്ടിൻ്റെ രൂപത്തിൽ അവിടെയും അമ്മ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഈശോയിലും അമ്മയിലും വിശ്വാസത്തോടെ നമ്മൾ വിശ്വാസം ഉറപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് കൈനീട്ടി വിളിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഉടമ്പടി മക്കളുടെ വിശ്വാസം. പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ അമ്മയുടെയും ഈ ദൈവത്തിൻ്റെയും കൂടെയാണ് നമ്മൾ ജീവിതയാത്ര, ഉടമ്പടി യാത്ര തുടരുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം മുങ്ങിപ്പോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ പിടിക്കുവാൻ നീട്ടിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കുന്നത് ഒരു കൃപയാണ്. കാരുണ്യവാനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ ആഴങ്ങളിൽ നിന്ന് നമ്മെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീനു ജോയ്ക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ ദൈവാനുഗ്രഹം, പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.